നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്റെ അച്ഛനെ കള്ളനാക്കിയിട്ട് നീ സുഖിച്ച് ജീവിക്കൂ, അങ്ങനെയാണോ നീ കരുതുന്നത്? വീടില്ല നിന്നെ. ശരത്തേട്ടാ, എന്താ അവിടെ? എന്താ ശരത്തേട്ടാ, എന്താ വൈകി? അത് പിന്നെ ഒന്നും പറയണ്ട, മീറ്റിംഗ് നീണ്ടുപോയി. പിന്നെ കാശിന് വേണ്ടിയുള്ള നെട്ടോട്ടു. എന്നിട്ട് കാശ് കിട്ടിയോ? ഇല്ല, കിട്ടും. ശരത്തേട്ടൻ വല്ലതും കഴിച്ചോ? ആ, ഒരു ഹാഫ് ഷവായി 4 കുബൂസും കഴിച്ചു എന്നല്ല, ഹാഫ് ഷവായി 4 കുബൂസും കഴിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ തൊണ്ടേന്ന് ഇറങ്ങണ്ടേ. നിന്റെ അച്ഛന് ഞാൻ കാരണം ഉണ്ടായ സങ്കടം ഓർത്തപ്പോ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റിയില്ല. അയ്യോ, ഞാൻ എന്തെങ്കിലും കഴിക്കാൻ എടുക്കാം. വേണ്ട, ഒന്ന് കിടന്നാ മതി. വല്ലാത്ത ക്ഷീണം. ഞാനെന്നാ ഒരു ജ്യൂസെങ്കിലും എടുക്കാം. ഏയ് വേണ്ട വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാനേ കിടക്കാൻ പോവാ. നീയും കിടന്നു, സമയം ഒരുപാടായില്ല. കിടന്നു കിടന്നു. ശരത്തേട്ടൻ എല്ലാരും കൂടി HR ലീവ് റിക്വസ്റ്റ് കൊടുത്താ ഞാൻ എന്ത് വേണം? നീല കുപ്പായും തൊപ്പിയും വെച്ച് കുത്തിവെപ്പിന് ഞാൻ ഇറങ്ങണോ? അത് മാഡം ഇടവും. ശരി, ലീവ് ഓക്കെ, പോ. മാഡം, എന്താ? വിശാൽ സാർ കൊടുത്തോട്ട ഫയലാ, ഫാൽക്കൺ ഗ്രൂപ്പിന്റെ. വിശാൽ സാറ്, അവനെ ഞാൻ ഇന്നലെ കണ്ടതാണല്ലോ. അതെനിക്ക് അറിയില്ല മാഡം. മാഡം ഇവിടെ വന്നപാടെ ഒരു കാറ് വന്നു, ഈ ഫയല് തന്നു. ഹാർഡ് കോപ്പിയില് മാഡം ഒപ്പിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. എനിക്ക് സൗകര്യമില്ലെങ്കിലോ? സുനിത ആരുടെ സ്റ്റാഫാ? എന്റെയോ അതോ വിശാലിന്റെയോ? ഞാൻ മാഡത്തിന്റെ സ്റ്റാഫ് തന്നെ. പക്ഷെ ചിലരെ പിണക്കാതിരിക്കുന്നതാവും നല്ലത്. ചൊരിമണലിൽ പൊതിഞ്ഞെടുക്കുന്ന അണലിയെ പോലെ ചിലരുണ്ട് മാഡം. കടി കിട്ടുമ്പോ അറിയില്ല, ചോര ഉയർത്ത് ചാവുമ്പോഴേ അറിയൂ. സുനിത ഭയപ്പെടുത്തുകയാണോ? ഏയ്, പറഞ്ഞു എന്നേ ഉള്ളൂ. ഒപ്പിടുകയോ ഒപ്പിടാതിരിക്കുകയോ അത് മാഡത്തിന്റെ തീരുമാനം. ദാ ഫയൽ. തൽക്കാലം വിശാലമായിട്ടുള്ള ഒരു ഡീലിലും ഞാൻ ഒപ്പിടുന്നില്ലെങ്കിലോ? മണലിൽ പതിഞ്ഞു കിടക്കുന്ന അണലി, രോമകൂപം, വിയർപ്പ്, ചോര. പത്തി അടിച്ച് പറത്താൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, വിഷപ്പല്ലുകൾ പൊറയ്ക്കാനും. ശരി, എന്തായാലും ഈ അക്ഷര ഹോസ്പിറ്റൽ അടിപൊളിയാണ്. അളിയൻ ഈ ഹോസ്പിറ്റൽ നേരത്തെ കണ്ടിട്ടുള്ളതല്ലേ? അത് അന്നത് അളിയൻ കരൾ മാറ്റി വെക്കാൻ അല്ല, ഹൃദയം മാറ്റി വെക്കാൻ കിടന്നപ്പം കണ്ടതല്ലേ? ആ സിസ്റ്ററെ, ഡോക്ടർ നിരഞ്ജൻ സാർ ക്യാബിനിലുണ്ട്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ആരായത്? നമസ്തേ ഡോക്ടറെ, ഇത് അളിയനാ, പ്രേമേച്ചിയുടെ. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. എന്താ പുതിയ വിശേഷം? വിശേഷം ഞാൻ പറയാം. അളിയൻ രാത്രി ഇറങ്ങിപ്പോവാൻ ശ്രമിച്ചു. ഇറങ്ങിപ്പോവാൻ ശ്രമിച്ചെന്നോ? എവിടേക്ക്? അത് സത്യമായിട്ടും എനിക്കറിയില്ല ഡോക്ടർ. എന്റെ ഹൃദയം എന്നോട് പറഞ്ഞു. ഹൃദയത്തിന്റെ ഉടമ പറഞ്ഞെന്നാ കുഞ്ഞളിയും പറയുന്നത്. അവരെന്തോ അപകടത്തിലാണെന്ന്, അളിയൻ ചെന്ന് രക്ഷിക്കണമെന്ന്. സത്യ ഡോക്ടറെ, ആ ആത്മാവ് എന്റെ അടുത്ത് വന്ന് എന്നോട് സങ്കടം പറഞ്ഞു. ഏയ്, ഒക്കെ നമ്മുടെ തോന്നലല്ലേ സിത്തു? അല്ല ഡോക്ടർ, പ്രാണൻ വിട്ടു പോകുന്നതിന് മുൻപ് ആ ഹൃദയത്തിന്റെ അവസാന നിമിഷം വരെ
അവസാനത്തെ മെടുപ്പ് വരെ ആ വ്യക്തി ആരെപ്പറ്റി ചിന്തിച്ചാണോ സങ്കടപ്പെട്ടത്, അത് ഉറഞ്ഞ ഒരു ഉപ്പുകല്ല് പോലെ എന്റെ മനസ്സിൽ തറഞ്ഞിരിപ്പുണ്ട്. സത്യം. സിദ്ധു, കൗൺസിലിംഗിൽ ഇതെല്ലാം പറഞ്ഞു തന്നല്ലേ? എനിക്കറിയണം ആരാ ഹൃദയത്തിന്റെ ഉടമയെന്ന്. അയാളുടെ വീട്ടിൽ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയണം. ആരാ അവരെ സങ്കടപ്പെടുത്തുന്നതെന്നും എനിക്കറിയണം. അവിടെ ഒരു അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയ മകന്റെ സ്ഥാനത്ത് നിന്ന് എനിക്ക് കാര്യങ്ങൾ ചെയ്യണം. ഏയ്, കൂൾ കൂൾ. എല്ലാം അറിയ ഉടനെ. നല്ലൊരു മകൻ, നല്ലൊരു അച്ഛൻ, അമ്മ, നല്ലൊരു കുടുംബം എല്ലാം സിദ്ധു അറിയും. ഒരർത്ഥത്തിൽ സിദ്ധുവിന് ഒരു അച്ഛനെയും അമ്മയും കൂടി ഇപ്പൊ കിട്ടും. അല്ല, കിട്ടാൻ പോവുക. കിട്ടാനുള്ളത് കിട്ടാതെ കിട്ടൻ കഞ്ഞു കുടിക്കത്തില്ലെന്നാ സാറേ പഴഞ്ഞൊല്ലു. അപ്പൊ കിട്ടാൻ ഉടനെ കിട്ടും. തൽക്കാലം കൗൺസിലിംഗ് സെഷൻ അറ്റൻഡ് ചെയ്യും. പിന്നെ റാൻഡം ബ്ലഡ് ഷുഗർ, പ്രഷർ അതവർ നോക്കിക്കോളൂ. സിസ്റ്റർ, ഞാൻ നിരഞ്ജന, പ്ലീസ് കം. ഡോക്ടർ, നമ്മുടെ സിദ്ധുവിനെ കൊണ്ടുപോയി കൗൺസിലിംഗ് അല്ലേ ഡോക്ടർ? ആദ്യം ലാബിലേക്ക്, പിന്നെ കൗൺസിലിംഗ്. ശരി ഡോക്ടർ. എന്നാ ശരി സിദ്ധു. സർ, ആ ഹൃദയത്തിന്റെ ഉടമ ആരാണെന്ന് പറയാം സിദ്ധു, ചെല്ല്. എങ്ങനെയുണ്ട് മോളെ? BP നോർമൽ അമ്മേ. പെട്ടെന്നൊന്ന് വീട്ടിലേക്ക് എത്തിയാ മതി. മോളെ, ഇതെന്താ വലിയ കവറൊക്കെ ആയിട്ട് പോന്നേ? അതമ്മേ, കുറച്ച് ഗോതമ്പ് തന്നെയാ. ഉച്ചത്തേക്കുള്ള ചോറും കറിയും ഉണ്ടമ്മേ. എന്തിനാ മോളെ ഇതൊക്കെ വെറുതെ കെട്ടിപ്പൊതിഞ്ഞ് കൊണ്ടുവന്നത്? ക്യാൻറ്റീനിൽ കിട്ടുമല്ലോ. അത് കൊള്ളാം. ഇത്രയും ദിവസം ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോ നന്നായിട്ട് ആഹാരം കഴിച്ചു. ഇന്നലെ ഒരു ദിവസം മുടങ്ങി ക്യാൻറ്റീനിൽ നിന്ന് ആഹാരം കഴിച്ചിട്ട് പറയുക, ഓ ഇവിടുത്തെ ക്യാൻറ്റീനിലെ ഭക്ഷണം ഒരു രുചിയില്ല മോളെ, ഇച്ചിരി കഞ്ഞി കിട്ടിയാൽ കൊള്ളായിരുന്നു എന്ന്. എന്നിട്ടിപ്പോ കൊണ്ടുവന്നപ്പോ പറയാ എന്തിനാ കൊണ്ടുവന്നത്. മോളെ, ഞാൻ കൊടുക്കാം. വേണ്ട വേണ്ട, ഇതുവരെ കഷ്ടപ്പെട്ട് കൊണ്ടുവരാൻ അറിയാമെങ്കിലേ എനിക്ക് കൊടുക്കാനും അറിയാം. അമ്മ ചെന്നെടുത്ത് കഴിക്കും. ഞാൻ പിന്നെ കഴിച്ചോളാം. എന്റെ പൊന്നുമണി ചെയ്യേണ്ട കാര്യങ്ങളാ ഇതൊക്കെ. വച്ചുണ്ടാക്കി തന്ന് അച്ഛനെ ഊട്ടുന്നതായിരുന്നു അവളുടെ സന്തോഷം. പക്ഷേ ഉടനെയാണ് അവൾ മാറിപ്പോയത്. അതോടെയാ സാമ്പ്രാണിക്കുടി ശങ്കരൻ കള്ളു ശങ്കരനായി മാറി. ചിലപ്പോൾ എൻ്റെ മുശലൻ സ്വഭാവം കൊണ്ടായിരിക്കും കൊച്ചു പോയത്. ഞാനിപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നത്. അതൊക്കെ ശങ്കരേട്ടന്റെ വെറും തോന്നലുകളാ. നിലത്തും താഴെ വെക്കാതെ അല്ലേ ശങ്കരേട്ടനെ അവളെ വളർത്തിയത്? അതെ, അമ്മ പറഞ്ഞതാ ശരി. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് നെഞ്ചിലെ ഭാരം കൂട്ടണ്ട. പൊന്നുമണിയെ പോലെ തന്നെയല്ലേ നമുക്ക് ദേവിക മോളും? മോളെപ്പോലെ അല്ല, എൻ്റെ മോള് തന്നെയാ.